നാരായണ നാരായണ. ഓം ശ്രീമന്നാരായണീയം. 21-ാമത്തെ ദശകം, 5-ാമത്തെ ശ്ലോകം. ആഗ്നേയധ്രൻ്റെ മക്കളായിട്ടുള്ള 9 പേര് 9 ഭൂഖണ്ഡങ്ങളായിട്ട് ജംബൂദ്വീപിനെ, ഏഷ്യ ഭൂഖണ്ഡത്തിനെ ഭാഗിച്ച് ഓരോരുത്തരും ഭരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു ഭാഗമാണ്. അതിൽ 5-ാമത്തെ ശ്ലോകം. ഓം രമ്യേ ഹ്യുദീചി ഖലു രമ്യകനാംനി വർഷേ തദ്വർഷനാഥമനുവർയ സപര്യമാണം ഭക്തൈകവത്സരം അമത്സരഹൃത്സുഭാന്തം മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. ഹേ ഭുവനനാഥ, അന്നെ രമ്യേ ഹി ഖലു ഉദീചി, രമ്യം, രമ്യകം എന്ന പേരിൽ അത്യന്തം സുന്ദരമായിട്ടുള്ള ഇളാവൃതത്തിൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രമ്യകം എന്നു പേരായിട്ടുള്ള രമ്യകനാംനി വർഷേ തത് വർഷനാഥം അനുവർയ സപര്യമാണം. തത് വർഷനാഥം, ആ രമ്യകം എന്നു പേരായിട്ടുള്ള ഭൂഖണ്ഡത്തിന് അധിപതിയായിട്ടുള്ള ശ്രേഷ്ഠനായിട്ടുള്ള തത് വർഷനാഥൻ മനു വര്യൻ, മനു വരിക്കപ്പെടുന്നവനാണ്. മനു എല്ലാവരാലും ബഹുമാനിക്കുന്നു, മറ്റേ രാജാവായിട്ട് അംഗീകരിക്കുന്നു. അങ്ങനെയുള്ള വരീയാൻ, ശ്രേഷ്ഠാൻ, വരിക്കപ്പെടുക, അത് തൻ്റെ സ്വാമിയാണ് എന്ന് അംഗീകരിക്കുക, അതാണ് വരണം. ആ മനുവാണ് എന്ന് എല്ലാവരാലും വരിക്കപ്പെടുന്നതായിട്ടുള്ള, ബഹുമാനിക്കപ്പെടുന്നതായിട്ടുള്ള, രാജാവായിട്ട് കണക്കാക്കപ്പെടുന്നതായിട്ടുള്ള സപര്യമാണം, സേവിക്കപ്പെടുന്നതായിട്ടുള്ള, പരിചര്യ ചെയ്യുന്നതായിട്ടുള്ള ഭാവത്തിൽ. പിന്നെയോ ഭക്ത ഏകവത്സരം, ഭക്തന്മാരോട് വത്സര്യം മാത്രമുള്ള, ഭക്ത ഈകവത്സരം, ഭക്തന്മാരോട് വാത്സല്യം മാത്രമേ ഉള്ളൂ ഭഗവാന്. അങ്ങനെയുള്ള അമത്സര ഹൃത്സു, മത്സരമില്ലാത്തതായിട്ടുള്ള മനസ്സോടു കൂടിയ, ഹൃദയത്തോടു കൂടിയ അമത്സര ഹൃത്സു, മത്സര്യങ്ങളൊന്നും ഇല്ലാത്തതായിട്ടുള്ള ഹൃദയങ്ങളിൽ ശുദ്ധമായിട്ടുള്ള മനസ്സ്, ശുദ്ധമായിട്ടുള്ള ഭക്തിയുള്ള ഈ മനസ്സുള്ള ജീവനുകളിൽ എന്ന് സാരം. അതാണ് അമത്സര ഹൃത്സു. ഭാന്തം, ശോഭിക്കുന്നതായിട്ടുള്ള, മത്സ്യാകൃതിയും, മത്സ്യരൂപത്തിലുള്ള, ഭവന്തം, മത്സ്യരൂപിയായിട്ട് വന്ന ഭഗവാനെ ഭജിക്കുന്നു. ആര്? മത്സ്യ രൂപിയായിട്ട് ഭഗവാൻ വന്നിട്ട് ഈ മനുവിനെയാണ്, വൈവസ്വത മനുവിനെയാണ് അന്ന് രക്ഷിച്ചത്. ആ രക്ഷിച്ചത് പ്രളയത്തിൻ്റെ അവസാനത്തിൽ, പ്രളയത്തിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഭഗവാൻ ഒരു മത്സ്യരൂപിയായിട്ട് വന്ന് ഈ മനുവിന് കൊടുക്കുന്ന ആത്മതത്വ ഉപദേശമാണ് മത്സ്യപുരാണമായിട്ട് വന്നത്. ആ മത്സ്യപുരാണത്തിലെ മത്സ്യരൂപിയായിട്ടുള്ള ഭഗവാൻ ഈ മനുവിനെ അനുഗ്രഹിക്കുന്നതായിട്ടുള്ള ഉപദേശാദികൾ, പിന്നെ പ്രളയത്തിൽ നിന്ന് രക്ഷിക്കുക എന്നത്, വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുക, അതാണ്. രമ്യേഹ്യുദീജി ഖലു രമ്യകനാംനി വർഷേ തദ് വർഷനാഥ മനുവർയ സപര്യമാണം ഭക്തൈകവത്സരം അമത്സര ഹൃത്സുഭാന്തം മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. ഹേ ഭുവനനാഥ, രമ്യേ ഹി ഖലു ഉദീചി രമ്യകനാംനി വർഷേ തത് വർഷനാഥ മനുവർയ സപര്യമാണം ഭക്തൈകവത്സരം അമത്സര ഹൃത്സു ഭാന്തം. അമത്സര ഹൃത്സു ഭാന്തം മത്സ്യാകൃതിം ഭവന്തം ഭജേ എന്ന് അന്നേ. ഇപ്പോൾ ഇവിടെ ലോകത്തിൻ്റെ നാഥനായിട്ട ഭഗവാൻ അതീവ സുന്ദരനാണ് എന്ന് കേട്ട ആ ഭഗവാൻ ഇളാവൃതത്തിന് വടക്ക് സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള രമ്യകം എന്ന പേരായിട്ടുള്ള ഭൂഖണ്ഡത്തിൽ, ആ രമ്യകം എത്രയാ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത് വെച്ചാൽ ശരിയ, എല്ലാവിധ സസ്യജാലങ്ങളും പക്ഷിമൃഗാദികളും പ്രാണിവർഗങ്ങളും ഒക്കെ എല്ലാവരും വളരെ സുന്ദരന്മാരുമാണ്. അങ്ങനെയല്ലേ? എല്ലാവിധ സൗഭാഗ്യങ്ങളെയും തരുന്നതായിട്ടുള്ള ഭൂഖണ്ഡമാണ് രമ്യക വർഷം. അവിടെ ആ ഭൂഖണ്ഡത്തിൽ അധിപതിയായിട്ടുള്ള
ഈ ഭരിക്കുന്നതായിട്ടുള്ള ഭരണകർത്താവ് അവിടെ ഇരുന്നിട്ടാണ് ഭൂമിയെ മുഴുവൻ ഭരിക്കുന്നത്. ആ മനു ഈ ഭഗവാൻ മത്സ്യരൂപിയാണ് സേവിക്കുന്നത്. ഭക്തന്മാരോട് വാത്സല്യം മാത്രം കാണിക്കുന്നതായിട്ടുള്ള ഒരു തരത്തിൽപ്പെട്ടതായിട്ടുള്ള കാമാദി ദോഷങ്ങളൊന്നും ഇല്ലാത്ത, കാമക്രോധ ലോഭം അത് മാത്സര്യാദികളുണ്ടല്ലോ, ഷഡ്വൈരികൾ, അങ്ങനെയൊന്നും ഇല്ലാത്തതായിട്ടുള്ള ഹൃദയത്തിൽ വസിക്കുന്ന 36, 72 ചീത്തകൾ ഇല്ലാത്തതായിട്ടുള്ള മനസ്സിൽ വസിക്കുന്നതായിട്ടുള്ള മത്സ്യ ആകൃതി പൂണ്ട് മത്സ്യരൂപിയായിട്ട് വന്ന ആ ഭഗവാനെ ഈ മനു ഭജിക്കുന്നു. ഞാൻ അങ്ങയെ എൻ്റെ കഴിവിനനുസരിച്ച് കൊണ്ട് തപസ് ചെയ്തുകൊണ്ട് ഉപാസിക്കുന്നു. രമ്യേ ഹി ഉദീചി ഖലു രമ്യകനാംനി വർഷേ തത് വർഷനാഥ മനുവര്യ സപര്യമാണം ഭക്തൈക വത്സലം അമത്സരഹൃത്ത് അല്ലെങ്കിൽ അമത്സരഹൃത്സു, അമത്സരഹൃത്തുക്കളിൽ എന്നാണ്. അമത്സരഹൃത്സു ഭാന്തം മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. രമ്യേ ഹ്യുദീചി ഖലു രമ്യകനാംനി വർഷേ തദ്വർഷനാഥ മനുവര്യ സപര്യമാണം ഭക്തൈകവത്സലം അമത്സരഹൃത്സു ഭാന്തം മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. അവിടെ സ്തുതിക്കുന്ന മന്ത്രം ഓം നമോ ഭഗവതേ മുഖ്യതമായ നമഃ, ഓം നമോ ഭഗവതേ മുഖ്യതമായ നമഃ, സത്വായ പ്രാണായ ഔജസേ സഹസേ ബലായ മഹാമത്സ്യായ നമഃ. ഏറ്റവും മുഖ്യനായിട്ടുള്ള, ഓ നമോ ഭഗവതേ മുഖ്യനായിട്ടുള്ള, മുഖ്യതമായ, അതുമാത്രമല്ല എങ്ങനെയാ, മുഖ്യ തമോ ഗുണത്തോടു കൂടിയിട്ടെന്നാ. മത്സ്യാകൃതി എന്നുള്ള തമോ ഗുണ, അതുകൊണ്ടാണ് മുഖ്യതമായ. അതേപോലെ തന്നെ ഏറ്റവും മാക്സിമം എന്നുള്ള അർത്ഥത്തിലുണ്ട് മുഖ്യതമൻ. മാത്രമല്ല നമസത്വായ, ശുദ്ധസത്വമാണ്. സാത്വിക രൂപിയായിട്ടുള്ള ഭഗവാനാണ് ഇവിടെ തമോ ഗുണിയായിട്ട് വന്നത്. അതുകൊണ്ട് തമോ ഗുണത്തിൽ ഏറ്റവും തമോ ഗുണം കൂടിയ ഒരു വിഭാഗം ജന്തുലോകമാണ് ജലജീവികൾ. ചെറിയ തലയും വലിയ ഉടലും. മത്സ്യത്തിൻ്റെ തല എത്ര ചെറുതാ, അതിനൊരു ബുദ്ധിയില്ല. അങ്ങനെയാണ്. ബുദ്ധി എന്താ വെച്ചാൽ ഈ ചൂണ്ടലിട്ട് അതിൽ വന്ന് പെടും, എളുപ്പമല്ല. വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല. ഈ ആഹാരം കഴിക്കാനല്ലാതെ കണ്ട് ശരീരത്തിൽ തന്നെ വലിപ്പം വയ്ക്കുക, അത്രയേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. പരമ്പര ഉണ്ടാക്കുക, അത്ര തന്നെ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ മത്സ്യം തമോ ഗുണം തന്നെ. അപ്പോൾ ഈ തമോ ഗുണമായിട്ട് വരാനും ഭഗവാന് പ്രയാസമൊന്നുമില്ല. അവിടെ മുഖ്യതമായ എന്നുള്ളത് ഏറ്റവും മാക്സിമത്തിലുള്ള ഭാവത്തിലാണ് ഭഗവാനുള്ളത്. അതെങ്ങനെ ശുദ്ധതത്വമായിട്ടാണ്, നമസത്വായ, സാത്വികമായിട്ടുള്ള ഏറ്റവും മുഖ്യം അതാണ്. പക്ഷെ ഇവിടെ വന്നത് മത്സ്യരൂപിയായതുകൊണ്ട് മുഖ്യതമായ തമോ ഗുണത്തിൻ്റെ മാക്സിമത്തിൽ വന്നതായിട്ടുള്ള ഭഗവാനെ മഹാമത്സ്യായ, അങ്ങനെയുള്ള പ്രാണായ ഔജസേ, പ്രാണങ്ങൾക്ക് ഓജസ് കൊടുക്കുവാൻ വേണ്ടിയിട്ട്, സഹസേ കൂടെ, ബലായ ബലത്തിനായിക്കൊണ്ട്, മഹാമത്സ്യായ നമ, അങ്ങനെയുള്ള മത്സ്യത്തിന് നമസ്കാരം. സാത്വിക ബുദ്ധി വേണം, എല്ലാം സാത്വികമാക്കണം. പ്രാണ ഊർജം കിട്ടണം. അപ്പോൾ ഓജസ്, തേജസ്, ബലം, ശക്തി, ഇതൊക്കെ മത്സ്യമൂർത്തിയായിട്ടുള്ള ഭഗവാനെ അങ്ങ് ഞങ്ങൾക്ക് തരണം. ആരാ പ്രാർത്ഥിക്കുന്നത്? മനു തൊട്ടുള്ള, മനുവിൻ്റെ കീഴിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് മനു പ്രാർത്ഥിക്കുന്നതാണ്. അതുകൊണ്ടാണ്. അപ്പോൾ രാഗദ്വേഷാദികളിൽ നിന്ന് മുഴുവൻ മുക്തി നേടിയതായിട്ടുള്ള ആളുകളുടെ ഉള്ളിൽ ശോഭിക്കുന്നതായിട്ടുള്ള ശുദ്ധസത്വസ്വരൂപിയായിട്ടുള്ള സാക്ഷിയായിട്ടുള്ള ആ ഭഗവാൻ തന്നെയാണ് ഇവിടെ തമോ ഗുണത്തിൻ്റെ മാക്സിമത്തിലുള്ള മത്സ്യരൂപമായിട്ട് വന്ന് ഈ വേദത്തെ കട്ടെടുത്തതായിട്ടുള്ള ആ വേദം വീണ്ടെടുത്ത് കൊണ്ടുവന്നതായിട്ടുള്ള ആ ബ്രഹ്മാവിന് വേദത്തെ ഈ ഹയഗ്രീവൻ തന്നെയാണ്. ഹയഗ്രീവനെ വധിച്ചിട്ട് ഈ വേദത്തെ വീണ്ടും ബ്രഹ്മാവിന് കൊടുത്തതായിട്ടുള്ള മത്സ്യമൂർത്തിയെ ഞാൻ നമസ്കരിക്കുന്നു, ആശ്രയിക്കുന്നു. ഭഗവാന്റെ ഈ ഭക്തവാത്സല്യം. അപ്പോൾ അവിടെ ജ്ഞാനം കൊടുക്കുന്നു, വസ്തുക്കളെ കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നത് ആരാണ്? മനഃശുദ്ധിക്ക് വേണ്ടിയിട്ട് മഹാമത്സ്യമൂർത്തിയായിട്ടുള്ള മകരമത്സ്യമായിട്ട് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നു. ഡോൾഫിൻ അതാണെന്ന് പറയാറുണ്ട്.
ഭഗവാന്റെ മുതുകത്തൊരു കൊമ്പുണ്ട്. ആ കൊമ്പുമ്പിലാണ് ഈ തോണിയെ ഭൂമി തോണിയായിട്ടാണ് ആ തോണിയെ കെട്ടിയിട്ടത്. അതിൽ ജ്ഞാനം ആണ് സപ്തർഷികളെ സാക്ഷി നിർത്തിയിട്ടാണ് ഈ ഭൂമിയെ ഭരിക്കുന്നതായിട്ടുള്ള ഭൂമിയുടെ അധികാരിയായിട്ടുള്ള മന്വന്തരാധിപതിയായിട്ടുള്ള മനുവിന് ഈ ആത്മതത്വോപദേശം ഭഗവാൻ മത്സ്യമൂർത്തിയായിട്ട് ഉപദേശിക്കുന്നത്. അപ്പം അതിൻ്റെയൊക്കെ താത്വികം വളരെ വിസ്തൃതമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പിന്നീട് ഒരു ജന്മം വേണ്ടാത്ത രീതിയിൽ ഈ തമോ ഗുണവും രജോ ഗുണവും ഇല്ലാണ്ടിയാക്കാൻ വേണ്ടിയിട്ട്, കാമാദികളെ മുഴുവൻ ഇല്ലാണ്ടിയാക്കാൻ, നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ ഉപദേശം കിട്ടിയത്. അപ്പം അതിനുള്ള വഴികളെ പറഞ്ഞു കൊടുത്തു എന്ന് സാരം. രമ്യേഹ്യുദീചി ഖലു രമ്യകനാംനി വർഷേ തദ്വർഷനാഥ മനുവർയ സപര്യമാണം ഭക്തൈകവത്സലം അമത്സരഹൃത്സു ഭാന്തം മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. ഇനി അടുത്തത് വർഷം ഹിരൺമയ സമാഹ്വയമൗത്തരാഹമാസീനമദ്രിധൃതി കർമ്മഠ കാമഠാംഗം സംസേവതേ പിതൃഗണപ്രവരോര്യമായം തം ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ. കൂർമ്മസ്വരൂപിയെ അര്യമാവാണ് സ്തുതിക്കണത്. ഹിരൺമയം എന്ന വർഷത്തിലിരുന്നു കൊണ്ട്, അത് ഇളാവൃതത്തിൻ്റെ വടക്കേത്, അതാണ് ഹിരൺമയം. ഹേ പര എന്നാണ് പരമ മാക്സിമം എന്നർത്ഥം. പരബ്രഹ്മമൂർത്തേ എന്നുള്ളതിൻ്റെ ചുരുക്കമാണ് പര. പരബ്രഹ്മമൂർത്തിയായിട്ടുള്ള ഭഗവാനെ ചിന്മയാത്മൻ, മനസ്സിൻ്റെ ഏറ്റവും സച്ചിദാനന്ദം, സത്ത് ചിത്ത്, ആ ചിന്മയനാണ്. ചിത്തിൽ സാക്ഷിയായിട്ടിരിക്കുന്ന അതാണ് ചിന്മയൻ. ചിത്തത്തെ ശുദ്ധീകരിക്കുന്നതായിട്ടുള്ള ഭാവമാണ് ചിന്മയൻ. പ്രകാശപൂരിതമാക്കാൻ ജ്ഞാനം കൊണ്ട്. അല്ലയോ ഭഗവൻ, ഔത്തരാഹം വടക്കുള്ളതായിട്ടുള്ള ഹിരൺമയ സമാഹ്വയം, ഹിരൺമയം എന്ന് പേരുള്ളതായിട്ടുള്ള പ്രശസ്തിയുള്ളതായിട്ടുള്ള ഹിരൺമയ വർഷം ആസീനം, അവിടെ ഇരിക്കുന്നതായിട്ടുള്ള അദ്രിധൃതി കർമ്മഠ കാമഠാംഗം. അദ്രി എന്ന് പറഞ്ഞാൽ പർവ്വതം. അവിടെ അദ്രിയെ ധരിക്കുക, അദ്രിധൃതി പർവ്വതത്തെ ധരിക്കുക. അങ്ങനെ കർമ്മഠ കാമഠാംഗം, ആ അദ്രി എന്നുള്ള ആ പർവ്വതത്തെ, അവിടെ മന്ദര പർവ്വതത്തെ പാലാഴിയിൽ താണുപോയ സമയത്ത്, പാലാഴി കടയണ സമയത്ത് മന്ദരപർവ്വതം താണപ്പോൾ ഭഗവാൻ കൂർമ്മരൂപിയായിട്ട് വന്നു. അങ്ങനെ ആ മന്ദരപർവ്വതത്തെ ഉയർത്തുക എന്നതാണ്. എല്ലാവരും സാധാരണ അവിടെ ഈ മന്ദരപർവ്വതം അഹങ്കാരത്തിൻ്റെ പ്രതീകമാണ്. എങ്കിലും അവിടെ അഹങ്കാരത്തെ അല്ല ഉയർത്തുന്നത്. നമ്മൾ കർമ്മം ചെയ്യാതിരിക്കരുത്. കർമ്മം ചെയ്തില്ലെങ്കിൽ പ്രാരബ്ധം ബാക്കി വരും. കർമ്മം ചെയ്താലേ ഫലം കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ കർമ്മഠത്വം അതിനെ ഇല്ലാണ്ടിയാക്കാനും കർമ്മം ചെയ്യാനും, നിഷ്കാമകർമ്മമായിട്ട് ചെയ്യാനും, കർമ്മവും കർമ്മഫലവും ഭഗവാന് സമർപ്പിക്കുക എന്ന കർമ്മയോഗമായിട്ട് ചെയ്യാനും ആണ് പാലാഴി മഥനം. പാലാഴി മഥനം എന്നുള്ളത്, പാലാഴി നമ്മുടെ മനസ്സാണ്, സർപ്പം നമ്മുടെ കർമ്മമാണ്. മന്ദിരം എന്നുള്ളത് അതിൻ്റെ ഈ ഉപയുക്താദി കാര്യങ്ങളാണ്. അതിൻ്റെ ഫലമാണ് അമൃതും വിഷവും, രണ്ടും കിട്ടും. മറ്റുള്ളത് അതിൻ്റെ ഭൗതികതായിട്ടുള്ള ഓരോന്നാണ്. കാമധേനു തൊട്ടുള്ള ആനയായാലും കുതിരയായാലും അപ്സരസായാലും അതൊക്കെ ഭൗതികതയാണ്. ഈ ഭൗതികത നേട്ടങ്ങൾ നമുക്കിവിടെ മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ അങ്ങനെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് നമ്മൾ പലതും ഉണ്ടാക്കി കഴിഞ്ഞാലോ അതിനെ ഉപയോഗിക്കുന്നത് വേണ്ട രീതിയിലല്ലെങ്കിൽ മഹാ അബദ്ധവും, വിഷം കുടിക്കുന്നതിന് തുല്യവും. അമൃത് കൈ കിട്ടിയിട്ടും അതിനെ കുടിക്കാൻ പറ്റാത്ത രീതിയിൽ അസുരന്മാരെ പോലെ ഭഗവാൻ ചിലപ്പോൾ തട്ടിയെടുക്കും, മോഹിനി ആയിട്ട് വന്നിട്ടേ. ഭഗവാനിൽ മോഹിക്കുകയും വേണം, ഭഗവാന്റെ മോഹിനിയിൽ ആശ്രയവും വേണം. ഇനി എന്നെ മോഹിപ്പിക്കരുതേ എന്ന് മഹാദേവൻ പ്രാർത്ഥിച്ച കൂട്ടത്തിൽ നമുക്കും ഈ പ്രകൃതി മായയിൽ മോഹിതരായിട്ട് ഇനിയൊരു ജീവിതം വേണ്ടി വരരുതേ എന്ന് പ്രാർത്ഥിക്കണം എന്ന് സാരം. അതാണ്.
അപ്പോൾ അതാണ് ഈ പർവ്വതത്തെ ഉയർത്തുക എന്ന കർമ്മത്തിൽ സമർത്ഥനമായിട്ടുള്ള കൂർമ്മരൂപിയായിട്ടുള്ള ആമയുടെ പുറന്തോട് പോലെ ബൃഹത്ത് ശക്തി 1,00,000 യോജന വിസ്താര, അത്ര ബൃഹത്താണ്. അതിൽ പുറന്തോടിൻ്റെ ആ ഒരു കട്ടി, ആമയുടെ പുറന്തോട് അങ്ങനെയാണല്ലോ, ഒന്നും ചെയ്യാൻ പറ്റില്ല, അത്ര കട്ടിയാണ്. അങ്ങനെയുള്ള കട്ടി ഉള്ളതായിട്ടുള്ള കൂർമ്മ സ്വരൂപിയായിട്ടുള്ള എത്ര വലിയ കർമ്മമായാലും എത്ര വലിയ പ്രാരബ്ധമായാലും അതിനെ നമുക്ക് സഹിക്കാൻ കഴിയും. തിദിക്ഷാഭാവത്തോട് കൂടിയിട്ട് സഹിക്കാൻ കഴിയും. അത് ഈശ്വര ഭാവത്തിൽ, സാക്ഷിഭാവത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള ഭഗവാനെ ആശ്രയിച്ചാൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. ഈ കർമ്മത്തെ മുഴുവൻ ചെയ്തു തീർക്കാൻ സാധിക്കും. കർമ്മഫലത്തെ മുഴുവൻ ഇങ്ങനെ പാലാഴി മഥനം ചെയ്യുന്നത് പോലെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് കിട്ടും. അങ്ങനെയുള്ള ഈ കൂർമ്മസ്വരൂപിയായിട്ട് വന്ന ആ ഭഗവാനെ ത്വാം പിതൃഗണ പ്രവരഹ, അങ്ങയെ പിതൃസമൂഹത്തിൻ്റെ നാഥനായിട്ടുള്ള, എങ്ങനെയാണ് പിതൃക്കളായിട്ട് വരാം? നമ്മൾ ഈ ജന്മം സ്വീകരിച്ചു, അടുത്ത ജന്മം വേണ്ടി വരും, അതിൻ്റെ അടുത്ത ജന്മം വേണ്ടി വരും, ഇതിൻ്റെ മുന്നേ എത്രയോ ജന്മങ്ങൾ നമ്മൾ കഴിഞ്ഞു വന്നിട്ടുണ്ടാവും. അവിടെയൊക്കെ പലവിധ ശരീരങ്ങളിലൂടെ പല കർമ്മങ്ങളെ ചെയ്ത് പലതും നമ്മൾ ഫലമായിട്ട് അനുഭവിച്ചു. അതിൽ നിന്നൊക്കെ മോചനം കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇങ്ങനെ ഒന്ന് ഏറ്റേണ്ടി വരരുത്, ഇങ്ങനൊരു കർമ്മം ചെയ്യേണ്ടി വരരുത്, ഈ ഒരു ശരീരത്തിലേക്ക് ജീവനെ കയറ്റേണ്ടി വരരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രാരബ്ധത്തെ ഭുജിക്കുവാൻ വേണ്ടിയിട്ട് കർമ്മം ചെയ്യുക എന്ന മഥനം ചെയ്യൽ, പാലാഴി മഥനം ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. അതിപ്പോൾ എന്ത് കർമ്മമായാലും ശരി, പാരായണമായാലും ശരി, സേവനായാലും ശരി, ചോറും കൂട്ടാനും വെക്കലായാലും ശരി, ഉദ്യോഗങ്ങൾ ഭരിക്കലായാലും എല്ലാം അതിൽ പെട്ടതാണ്. അത് മുഴുവൻ കർമ്മ. ശ്വാസം വലിക്കലും കൂടി കർമ്മമാണ്. ജനിക്കൽ ഒരു കർമ്മമാണ്, മരിക്കൽ ഒരു കർമ്മമാണ്. നമ്മുടെ കൺട്രോളിലല്ല എന്ന് മാത്രമേ ഉള്ളൂ. ശ്വാസം വലിക്കുക നമ്മുടെ കൺട്രോളിലാണോ? പ്രാണായാമ സമയത്തൊഴിച്ച് അതന്നെ ശരിക്കും പറ്റുമോ? നമ്മളിങ്ങനെ ഒരു ഏകദേശം അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ പ്രാണായാമം ചെയ്യണമെന്നല്ലാണ്ട് നമ്മളെ കൂട്ടി ഒന്നും പറ്റില്ല. നമുക്ക് കുറച്ച് കഴിവുണ്ടാവുകൊണ്ട് നമ്മളത് ചെയ്യണം, എന്നിട്ട് നമ്മൾ കേമനാണെന്ന് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം നിയന്ത്രിക്കുന്നത് ഈ ഭഗവാനാണ്. അപ്പോൾ ആ ഭഗവാനെ നമുക്ക് ഇത്ര ബേസായിട്ട് കൂർമ്മരൂപമായിട്ട് ഒരു ആധാരമായിട്ട് കിട്ടണു എന്ന് വെച്ചാൽ അത്ര മോശമല്ല. അതൊരു വലിയ ഭഗവത് അനുഗ്രഹമാണ്. അപ്പോൾ അനന്തൻ അതേപോലെ തന്നെ കൂർമ്മരൂപി രണ്ടും വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഭാവത്തിലാണ്. ദേവി ഭാഗവതം അനന്തനെ വാസുകിയായിട്ട് കയറായിട്ട് മാറ്റി. ഭാഗവതം അനന്തൻ അതിൻ്റെ താഴെയാണ് സ്ഥാനം. അനന്തൻ്റെ മീതെ കൂർമ്മം, കൂർമ്മത്തിൻ്റെ മീതെയാണ് ഈ പർവ്വതം ഇരിക്കുന്നതെന്ന് സാരം. ഞാൻ എന്നുള്ള ദേഹബോധമാണ് പർവ്വതം, ഞാൻ എന്നുള്ള അഹങ്കാരമല്ല. ഞാൻ എന്നുള്ള ഈ ദേഹബോധത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്? കർമ്മത്തിലൂടെ തിരിയാണല്ലോ ചെയ്യണത്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയല്ലേ. മഥനം എന്നുള്ളത് പാലാഴി കടയുമ്പോൾ എങ്ങനെയാ? അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും കൊണ്ടാണ്, അല്ലാണ്ട് ഒരു തിരിക്ക് മാത്രം തിരിയല്ല. നമ്മളിപ്പോൾ തൈര് കറക്കുന്നത് എങ്ങനെയാ വെച്ചാൽ മോട്ടറാണ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പുറത്തേക്ക് മാത്രമേ കറങ്ങുള്ളൂ. ഇപ്പം 2 പുറത്തേക്കും കറങ്ങണ മോട്ടറായിട്ട്. ഇങ്ങനെയാണ് തൈര് കറക്കേണ്ടത് ആരോ പറഞ്ഞു കൊടുത്ത രീതിയിൽ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങണം, അതാണ് ശരിക്കും മഥനം. അപ്പോൾ അവിടെ നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്ന രീതിയിൽ തന്നെയാണ് ഈ ജീവിതം. സാത്വിക ഭാവത്തിലേക്കും മുകളിലേക്കും രജസ്തമോ ഗുണഭാവങ്ങളായിട്ട് താഴേക്കും അധോലോകത്തിലേക്കും ഇടയ്ക്ക് നമ്മൾ പോവും. അത് നമ്മുടെ കർമ്മത്തിൻ്റെ ഫലം അങ്ങനെയാണ്, അനുഭവിക്കൽ അങ്ങനെ വരിക. അതുകൊണ്ടാണ് അതിനെ താങ്ങാൻ ഈ കൂർമ്മല്ലാതെ കണ്ട് വേറെ ഭഗവാന് സാധിക്കില്ല, വേറൊരു ഭഗവാന് സാധിക്കില്ല എന്നർത്ഥം. ആ കൂർമ്മരൂപിയെ ഈ പിതൃസമൂഹത്തിൻ്റെ നാഥനായിട്ടുള്ള അര്യമാവാണ്. 12 ആദിത്യന്മാരിൽ ഒരാൾ ധർമ്മദേവൻ്റെ യമൻ്റെ ഡ്യൂട്ടീസ് മുഴുവൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ മുത്തശ്ശനായിട്ടുള്ള സൂര്യനായിട്ടുള്ള അര്യമാവാണ്. ആ അര്യമാവ് നമുക്ക് എങ്ങനെയാണ് പിതൃ അവസ്ഥ ഉണ്ടാവുക? ഇങ്ങനെ ശരീരങ്ങൾ മാറി മാറി വരുമ്പോൾ നമ്മളും ഇതേപോലെ പിതൃക്കളായിട്ടിരുന്നുണ്ടാവും. ഇനി നമ്മുടെ അച്ഛനമ്മമാർ, നമ്മുടെ മുതുമുത്തശ്ശന്മാർ, നമുക്ക് ശരീരം തന്നതായിട്ടുള്ള ആ പിതാക്കൾ, ആ പിതാക്കളുടെ പിതാവാണ് ആര്? അര്യമാവ്. ആ പിതാക്കളുടെ നേതാവാണ് അര്യമാവ്. അധീശത്വമുണ്ട്. ആ സൂര്യനെ
ഈ അര്യമാവ് യമനെ അല്ലെങ്കിൽ ധർമ്മദേവനെ സേവിക്കണു. ധർമ്മദേവൻ ആരെ സേവിക്കണു? ഈ കൂർമ്മരൂപിയെ സേവിക്കണു. ഇതിനു വേണ്ടിയിട്ടാണ്, എന്ത് തീർക്കാൻ വേണ്ടിയിട്ട്, പ്രാരബ്ധം തീർക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല സഹിഷ്ണുത, ഇത് സഹിക്കണ്ടേ, ഇത് സുഖായാലും ദുഃഖായാലും സഹിക്കണ്ടേ. അങ്ങനെ അങ്ങയെ ഭജിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? മുക്തി കിട്ടാൻ വേണ്ടിയിട്ട്. വർഷം ഹിരൺമയ സമാഹ്വയമൗത്തരാഹമാസീനമദ്രിധൃതി കർമ്മഠ കാമഠാംഗം സംസേവതേ പിതൃഗണപ്രവരോര്യമായം തം ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ. വർഷം ഹിരൺമയ സമാഹ്വയം ഔത്തരാഹം ആസീനം അദ്രിധൃതി കർമ്മഠ കാമഠാംഗം കാമഠാംഗം സംസേവതേ പിതൃഗണ പ്രവരഃ അര്യമഃ അയം തം ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ. പദച്ഛേദം. അന്വയം. ഹേ പരബ്രഹ്മമൂർത്തെ ചിന്മയാത്മൻ ഭഗവൻ, ഔത്തരാഹം വടക്കുള്ളതായിട്ടുള്ള, ഹിരൺമയ സമാഹ്വയം വർഷം ആസീനം അദ്രിധൃതി കർമ്മഠ കാമഠാംഗം ത്വാം പിതൃഗണപ്രവരഃ അയം അര്യമ സംസേവതേ തം ത്വാം ഭജാമി. അവിടെ മന്ത്രം എന്താണ്? ഓം നമോ ഭഗവതേ യാകൂപാരായ സർവസത്വഗുണവിശേഷണായ നോപലക്ഷിതസ്ഥാനായ നമോ വർഷ്മണേ നമോ ഭൂംനേ നമോ അവസ്ഥാനായ നമസ്തേ. ലോകത്തെ മുഴുവൻ വഹിക്കുക എന്ന പ്രവൃത്തി ചെയ്യണു. സത്വഗുണ വിശേഷണങ്ങളോട് കൂടിയതായിട്ടുള്ള ഭഗവാൻ അറിയപ്പെടാത്തതായിട്ടുള്ള സ്ഥിതിയോട് കൂടിയിട്ട് അതിസൗന്ദര്യമൂർത്തിയായിട്ട് ഭഗവാന് മാത്രമാണ് സ്ഥിതി ഉള്ളത്. നമുക്കൊക്കെ ആ സ്ഥിതിയിൽ ഒരു സ്ഥാനം ഭഗവാൻ തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ സൗന്ദര്യമൂർത്തിയായിട്ടുള്ള ലോകനാഥനായിട്ടുള്ള എല്ലാവർക്കും ആശ്രയമായിട്ടുള്ള ഭഗവാനെ അഗോപാരായ നമുക്ക് എന്തില്ല, ഈ ഭഗവാൻ ഇല്ലെങ്കിൽ നമുക്ക് ഇരിക്കാൻ ഒരു സ്ഥലം കൂടി ഇല്ല എന്ന് സാരം. അങ്ങനെ എല്ലാം വഹിക്കുന്നതായിട്ടുള്ള, നമ്മെ വഹിക്കുക ഭഗവാനാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ വഹിക്കുന്നതായിട്ടുള്ള ഭഗവാനെ ഇങ്ങനെ സർവസത്വ ഗുണവിശേഷണായ എല്ലാ സാത്വിക ഭാവത്തോടും കൂടിയിട്ട് അതിൻ്റെ ശുദ്ധ സത്വ ഗുണവിശേഷത്തോടു കൂടിയിട്ട് ഉപലക്ഷിത സ്ഥാനായ, വേറെ ഒരു സ്ഥാനം ഇല്ല ഭഗവാന്റെ സ്ഥാനമല്ലാതെ കണ്ട്, അങ്ങനെയുള്ള ഭഗവത് പൂർണ്ണനായിട്ടുള്ള ആ ഭാവത്തോടു കൂടിയിട്ട് എല്ലാവരെയും താങ്ങുക എന്ന ആ ഒരു ഭാവത്തോടു കൂടിയിട്ട് വർഷ്മണേ നമോ ഭൂംനേ നമോ അവസ്ഥാനായ നമസ്തേ. നമുക്കും ഈ ആശ്രയം ഇത് മാത്രമേ ഉള്ളൂ. ഈ ലോകനാഥനായിട്ടുള്ള ഭഗവാനെ ആശ്രയിക്കുകയല്ലാണ്ട് വേറെ മാർഗമില്ല. അങ്ങനെയുള്ള ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം എന്ന് നമുക്ക് വേണ്ടിയിട്ട് അര്യമാവ് കൂർമ്മസ്വരൂപിയോട് പ്രാർത്ഥിക്കുന്നു. ഓം നമോ ഭഗവതേ യാകൂപാരായ സർവസത്വഗുണവിശേഷണായ നോപലക്ഷിതസ്ഥാനായ നമോ വർഷ്മണേ നമോ ഭൂംനേ നമോ അവസ്ഥാനായ നമസ്തേ. ഇനി 7ാമത്തെ ശ്ലോകം. കിഞ്ചോത്തരേഷു ഗുരുഷു പ്രിയയാധരണ്യാ സംസേവിതോ മഹിതമന്ത്രനുതിപ്രഭേദൈ ദംഷ്ട്രാഗ്രഘൃഷ്ടഖനപൃഷ്ഠഗരിഷ്ഠവർഷ്മ ത്വം പാഹി വിജ്ഞനുത യജ്ഞവരാഹമൂർത്തേ. സുയജ്ഞനായിട്ടുള്ള യജ്ഞവരാഹമൂർത്തിയെ ഭൂമിദേവിയാണ് എല്ലാ അർത്ഥത്തിലും നമുക്ക് എന്താണോ വേണ്ടത് അത് തരയണമേ, പാലിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ രക്ഷിക്കണേ, ഭൂമിയിലുള്ള എല്ലാവർക്കും രക്ഷ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുക. വിജ്ഞനുത യജ്ഞവരാഹമൂർത്തെ, ജ്ഞാനികളാൽ ജ്ഞാനവിജ്ഞാനം സ്വീകരിച്ചതായിട്ടുള്ള ഭക്തന്മാരാൽ നൂത സ്തുതിക്കുന്നതായിട്ടുള്ള യജ്ഞം യാഗം ഒക്കെ ചെയ്യുമ്പോൾ, പൂജാദികളൊക്കെ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞാൽ സ്തുതിക്കും. അങ്ങനെയുള്ള യജ്ഞഫലദാതാവായിട്ടുള്ള യജ്ഞസ്വരൂപനായിട്ടുള്ള വരാഹ പന്നിയുടെ രൂപം സ്വീകരിച്ചതായിട്ടുള്ള സുയജ്ഞ വരാഹമൂർത്തെ. കിഞ്ച, അതുമാത്രമല്ല, ഉത്തരേഷു ഗുരുഷു, ഉത്തര ഗുരുക്കളിൽ, ഉത്തര കുരുരാജ്യങ്ങളിൽ, വീണ്ടും വടക്കാനർത്ഥം, പ്രിയയ പ്രിയപ്പെട്ടവളായിട്ടുള്ള ധരണ്യ ഭാര്യയായിട്ടുള്ള ഭൂമിയാൽ
മഹിത മന്ത്രനുതി പ്രഭേദൈ, അതിശ്രേഷ്ഠങ്ങളായിട്ടുള്ള മന്ത്രങ്ങളെ കൊണ്ട് സ്തുതിച്ച് സേവിക്കപ്പെടുന്നതായിട്ടുള്ള ദംഷ്ട്ര അഗ്ര, പന്നിയുടെ ദംഷ്ട്ര എന്നുള്ളത് പന്നിയുടെ തേറ്റയായിട്ടാണ് പറയാറ്, കടിക്കാനുള്ള രീതിയിലല്ല, തേറ്റയായിട്ട് മുകളിലേക്കാണ്. ഖൃഷ്ടഖന, ദംഷ്ട്ര അഗ്ര ഖൃഷ്ടഖന, അതിങ്ങനെ മറ്റേ മേഘം പോലെ നിൽക്കുക. ഖനപൃഷ്ഠ ഗരിഷ്ഠ വർഷ്മാന, മേഘത്തിൻ്റെ പുറത്തോടു കൂടിയ മഹത്തായിട്ടുള്ള ശരീരത്തോടു കൂടിയ എന്നാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്. ദംഷ്ട്രയുടെ തേറ്റയുടെ അഗ്രം കൊണ്ട് അറ്റം കൊണ്ട് കൃഷ്ടമായിട്ടുള്ള, ഇങ്ങനെ ഒരയ്ക്ക, തേറ്റയുടെ അറ്റം കൊണ്ട് ഇങ്ങനെ ഉരസിക്കൊണ്ട്, കൃഷ്ട എന്നുള്ളതിൻ്റെ അർത്ഥം ഉരയ്ക്കപ്പെട്ടതായിട്ടുള്ള. പിന്നെ ഖന, അത് ഖനപൃഷ്ഠത്തോട് കൂടിയിട്ട്, മേഘപൃഷ്ഠത്തോട് കൂടിയിട്ട്, ഖനമേഘശ്യാമം നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഈ മേഘം, ഖനപൃഷ്ഠ മേഘം, നല്ല കട്ടിയുള്ള മേഘങ്ങൾ, അങ്ങനെയല്ലേ, മേഘപൃഷ്ഠത്തോട് കൂടിയിട്ട് ത്വം പാഹി എന്നാണ്. ഖനപൃഷ്ഠ ഗരിഷ്ഠ വർഷ്മ, ഗരിഷ്ഠമാണ്, വളരെയധികം എന്തുണ്ട്, കട്ടിയുണ്ട്, ഗുരുത്വമുണ്ട് എന്ന് സാരം. അങ്ങനെയുള്ള കട്ടിയുള്ള മേഘം പോലെ എന്തുണ്ട്, ഈ തേറ്റ, ആ തേറ്റ കൊണ്ട് ഇങ്ങനെ ഉരസുക. അപ്പം അതായത് ഹിരണ്യാക്ഷൻ അവിടെ ഭൂമിയെ രസാതലത്തിൽ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചപ്പോൾ ഭഗവാൻ രസാതലത്തിലേക്ക് ഊളിയിട്ട് പോയിട്ട് അവിടെ തൻ്റെ തേറ്റ ഒന്നിങ്ങനെ താത്തിയിട്ട് ആ തേറ്റയിൽ ഈ ഭൂമിയെ വെച്ചു. അപ്പോൾ ഈ തേറ്റയുടെ മുകളിലാണ് ഭൂമി ഇരിക്കുന്നത്. അവിടെ ദംഷ്ട്ര അഗ്ര ഖൃഷ്ട, അപ്പോൾ ചെറിയൊരു ഒരസലിങ്ങനെ വരും ഭൂമിദേവിക്ക്. അപ്പോൾ ഭൂമിദേവി രണ്ട് തരത്തിലാണ്. ഒന്ന് ഈ ഭഗവാന്റെ സ്പർശം കിട്ടി, പിന്നെ ഹിരണ്യാക്ഷനെ കണ്ടു കഴിഞ്ഞപ്പോൾ പേടിച്ചു, അപ്പോൾ ഒന്ന് മുറുക്ക പിടിച്ചു. അതോട് കൂടിയിട്ട് ഈ സന്താനം ഉണ്ടാവുകയും ചെയ്തു, പക്ഷെ അത് കുറച്ചൊരു അസുരഭാവത്തിലാവുകയും ചെയ്തു എന്നാ, നരകാസുരൻ. അങ്ങനെയാണ് അത്ര ഉണ്ടായത്. ഭൂമിദേവിക്ക് പുത്രനായിട്ട് ഭഗവാനിൽ നിന്നും ഉണ്ടായതാണ് നരകാസുരൻ. അപ്പോൾ അത് ഈ ഒരു ഭാവത്തിലാണ്. അപ്പോൾ മനസ്സ് എങ്ങനെയാണോ ഈ ഭർത്താവിനെ സ്വീകരിക്കുന്നത് ആ രീതിയിലാണ് പുത്രൻ ഉണ്ടാവുക എന്ന് പറയും. ഹിരണ്യാക്ഷനെ കണ്ട സമയത്ത് ആയതുകൊണ്ട് അത് കുഴപ്പമായി. അപ്പോൾ അസുരനായിട്ട്, നരകാസുരനായിട്ട് വന്നു എന്നാ. അപ്പോൾ ഏതായാലും അങ്ങനെയുള്ള ആ തേറ്റയുടെ ഈ ഒരസൽ അത് അനുഭവിച്ചതായിട്ടുള്ള, മാത്രമല്ല കനത്ത കട്ടികൂടിയ കാർമേഘത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നതായിട്ടുള്ള ഭാവത്തിൽ അങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് എന്നെ രക്ഷിച്ചാലും. യജ്ഞവരാഹമൂർത്തിയെ ഭൂമിദേവി ഉത്തരഗുരുവിലിരുന്നിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഈ മഹത്തായിട്ടുള്ള മന്ത്രങ്ങളെ കൊണ്ട്, സ്തുതികളെ കൊണ്ട് ഭൂമി നന്നായിട്ട് ഭഗവാനെ സ്തുതിക്കുന്നു. ധ്യാനമൂർത്തി ആയിട്ടുള്ള ആ ഭഗവാൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ രക്ഷിക്കുക തന്നെ വേണം എന്ന് പ്രാർത്ഥിക്കണം. കാരണം പരംതത്വമായിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. ഓം നമോ ഭഗവതേ മന്ത്രതത്വലിംഗായ യജ്ഞകൃതവേ മഹാധ്വര അവയവായ മഹാപുരുഷായ നമ കർമ്മശുക്ലായ ത്രിയുഗായ നമസ്തേ. മന്ത്രം അതാണ്. ഓം നമോ ഭഗവതേ മന്ത്രതത്വലിംഗായ, മന്ത്രതത്വസ്വരൂപനാണ് വെച്ചാൽ യജ്ഞസ്വരൂപനാണ് എന്ന് സാരം. പിന്നെയോ യജ്ഞസ്വരൂപനും യജ്ഞഫലദാതാവും ഉപകരണങ്ങൾ, ഹോമിക്കുന്ന വസ്തുക്കൾ, ഹോതാക്കൾ ഒക്കെ അതിൽപ്പെട്ടതാണ്. അതാണ് യജ്ഞസ്വരൂപൻ. പിന്നെ മഹാധ്വര അവയവ ആയിട്ട്, ഇതൊക്കെ അവയവങ്ങളൊക്കെ അങ്ങനെ വരിക, അംഗങ്ങളായിട്ട്. കർമ്മശുദ്ധനാണ്. നമ്മൾ എന്ത് കർമ്മം ചെയ്താലും അത് ശുദ്ധീകരിക്കും യഥാർത്ഥ ഭക്തൻ്റെ പ്രവൃത്തികളാണെങ്കിൽ. അതിൽ നമുക്ക് ലക്ഷ്യം ശരിയാവാഞ്ഞിട്ടോ, കർമ്മം ശരിയാവാഞ്ഞിട്ടോ, ബുദ്ധി ശരിയാവാഞ്ഞിട്ടോ, ശുദ്ധി ശരിയാവാഞ്ഞിട്ടോ ഒക്കെ തെറ്റുകൾ സംഭവിക്കാം. അതൊക്കെ ഭഗവാൻ ശുദ്ധമാക്കി തരും. അങ്ങനെ കൃതം, ത്രേത, ദ്വാപരം 3 യുഗത്തിലും ഈ യാഗഭാവത്തോട് കൂടിയിട്ടാണ്. കൃതത്തിലുണ്ട് യാഗം, അതേപോലെ ദ്വാപരത്തിലുണ്ട് യാഗം. ത്രേതയിൽ പിന്നെ യാഗമാണ് പ്രധാനമായിട്ട്. അപ്പം അതുകൊണ്ട് ആ യജ്ഞസ്വരൂപനായിട്ടുള്ള, ശുദ്ധസ്വരൂപനായിട്ടുള്ള, കർമ്മത്തിന് ശുദ്ധി തരുന്നതായിട്ടുള്ള, കർമ്മഫലത്തിന് ശുദ്ധി തരുന്നതായിട്ടുള്ള മഹാപുരുഷനായിട്ടുള്ള ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം.
മന്ത്രസ്വരൂപനാണ്, യജ്ഞസ്വരൂപനാണ്, വരാഹമൂർത്തിയാണ്, അനന്തനാണ്, പരമാത്മ തത്വം തന്നെയാണ്. അങ്ങനെയുള്ള ആ ഭഗവാനെ മന്ത്രങ്ങളെ കൊണ്ട് മന്ത്രത്തിൽ കുടിയിരിക്കുന്നതായിട്ടുള്ള അന്തർലീനമായിരിക്കുന്ന ആ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു എന്നിപ്രകാരം പ്രാർത്ഥിക്കുകയാണ്. കിഞ്ചോത്തരേഷു പുരുഷു പ്രിയയാധരണ്യ സംസേവിതോ മഹിതമന്ത്രനുതി പ്രഭേദൈ ദംഷ്ട്രാഗ്രഘൃഷ്ടഘനപൃഷ്ഠ ഗരിഷ്ഠ വർഷ്മ ത്വം പാഹി വിജ്ഞനുത യജ്ഞവരാഹമൂർത്തെ. വിജ്ഞനുത അല്ല, വിജ്ഞനുത ആണ്. കിഞ്ച ഉത്തരേഷു കുരുഷു പ്രിയയ ധരണ്യ സംസേവിതോ സംസേവിതഃ മഹിത മന്ത്ര നുതി പ്രഭേദൈ ദംഷ്ട്രാഗ്ര ഘൃഷ്ട ഘനപൃഷ്ഠ ഗരിഷ്ഠ വർഷ്മ ത്വം പാഹി വിജ്ഞനുത യജ്ഞവരാഹമൂർത്തെ. മഹിത മന്ത്രനുതി വിജ്ഞനുത. ഇവിടെ ഈ നകാരം നകാരം നാനാതരം എന്നാ പറയാ. നാനാതരം എന്ന് പറയാറില്ല, നാനാതരം എന്ന് പറയാറില്ല, നാനാതരം എന്ന് പറയാറില്ല, നാനാതരം എന്നേ പറയാറുള്ളൂ. ആദ്യത്തെ അക്ഷരത്തിന് നകാരവും രണ്ടാമത്തെ അക്ഷരത്തിന് നകാരവും ഉച്ചരിക്കാം മിക്കവാറും. സാമാന്യന അപൂർവം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേശ്ശെ വ്യത്യാസം വരാം. എന്നാൽ സാമാന്യന എങ്ങനെയാണ് പറയുക. ഇവിടെ ആദ്യത്തെ അക്ഷരമായതുകൊണ്ട് മന്ത്ര നുതി വിജ്ഞനുത അതാണ്. കിഞ്ചോത്തരേഷു പുരുഷു പ്രിയയാധരണ്യ സംസേവിതോ മഹിതമന്ത്രനുതി പ്രഭേദൈ ദംഷ്ട്രോഗ്രഘൃഷ്ട ഘനപൃഷ്ഠ ഗരിഷ്ഠ വർഷ്മ ത്വം പാഹി വിജ്ഞനുത യജ്ഞവരാഹമൂർത്തെ. ഇങ്ങനെ യജ്ഞവരാഹമൂർത്തിയെ സ്തുതിക്കുന്നതായിട്ടുള്ള രംഗത്തെ നമുക്ക് പറഞ്ഞു തന്നു. ഇനി അടുത്തത് കിംപുരുഷ വർഷത്തിൽ ഹനുമാന്റെ ഒപ്പം ആർഷഷേണനും ഒക്കെ കൂടിയിട്ട് ശ്രീരാമനെ ഭജിക്കുന്നതായിട്ടുള്ള രംഗമാണ്. അത് നമുക്ക് അടുത്തതിൽ കേൾക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ